ഹലോ ഗൈസ്, മാങ്ങ അണ്ടിയും പോലെ ഒരുമിച്ചതാണ് ഇവന്മാരുടെ ജീവിതം. എപ്പോഴും ഒരുമിച്ചേ കാണുള്ളൂ. അവൻ പറഞ്ഞിട്ടാണ് തോന്നുന്നത് ഇന്നവൻ സുറുമയൊക്കെ വരച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. സുറുമയൊക്കെ എഴുതി ആട്ടുംകുട്ടിക്ക് വയറിളക്കം വന്ന കണക്കായി ഇവന്റെ മുഖം. ഗ്ലാസ്സിൽ കൂടെ ഇവനെ കാണാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇവന്റെ ഏട്ടായി ഗ്ലാസ് ഒക്കെ നല്ലപോലെ തുടയ്ക്കുന്നുണ്ട്. വിളിക്കാത്ത കല്യാണത്തിന് കസേരയായിട്ട് ഇരുന്ന കണക്കായി പോയി ഇവന്മാരെ കൂടെ മറ്റേ ലവൻ കയറിയപ്പോ സത്യത്തിൽ പറഞ്ഞാൽ നല്ലൊരു അധികം പറ്റി. ഒരിടത്തിരുന്ന് ഇവരെ ഭാവി കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുരുവീര എൻട്രി. ആള് ബാറ്റ്മാനാണ്. രാത്രി മാത്രം സ്വിഗ്ഗിയോടെ ഇറങ്ങുന്ന ഒരു പ്രത്യേകതരം ജീവി. അന്നപാടെ കൂട്ടത്തിലെടുത്തനെ വിളിച്ചോണ്ട് അവൻ നേരെ സ്വിഗ്ഗിയോടാൻ പോയി. നമുക്കൊരു കോൾ വന്ന് നമ്മൾ പോയി നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. കമ്പിയിൽ എർത്തടിച്ച് കരിഞ്ഞുണങ്ങിയിരിക്കുന്ന ഓവലിനെ കണക്ക് ബസ് സ്റ്റോപ്പിൽ ചാരി വെച്ചേക്കണം. പക്ഷെ പറയണം അപ്പുറത്ത് AI ക്യാമറ ഉണ്ട്, നീ ഇവിടെ നിൽക്കായി. ആക്കിയിട്ട് പോയവൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാനില്ല. പാവം പയ്യൻ. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ചപ്പലി പറഞ്ഞുകൊണ്ടിരുന്നവനെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടില്ല, അവൻ പോയി. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എങ്ങനെ കരയാതെ പിടിച്ചിരിക്കണമെന്ന് നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അവനെ പിക്ക് ചെയ്യാൻ വന്നു. 150 രൂപ എടുത്ത് റോഡ് സൈഡിൽ നിന്ന് ആളെ വിളിച്ചോണ്ടാണ് അവൻ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അവൻ നടന്ന കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി തെറ്റാതെ അവന്റെ കാന്താരിയിലൂടെ വിളിച്ചു പറഞ്ഞു. ഈ ബസ്സിൽ ടോയ്ലറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയത്തിലാണ് നമ്മൾ നിന്നത്. അവസാനം ടോയ്ലറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് നമുക്ക് ഇവന്റെ കഥ വന്നത്. 2 ലിറ്ററിന്റെ 7-Upന്റെ കുപ്പിയിൽ 200 കിലോമീറ്ററാണ് മൂത്രം കൊണ്ടുപോയത്. കൂടെ പോയവൻ ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്നിട്ട് ലൈം ജ്യൂസ് എന്ന് പറഞ്ഞ് കുറച്ച് കുടിക്കുകയും ചെയ്തു. മൂത്രകഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ നായ്ക്കുറന്ന വന്ന് ഈ കയറിപ്പെടുത്തത്. കാര്യം തിരക്കിയപ്പോഴാണ് അറിയാൻ പറ്റിയത് ഈ വണ്ടിക്കാരൻ നേരത്തെ ഇവനെ ഹോൺ അടിച്ച് പേടിപ്പിച്ചു പോലും. കഴിക്കാൻ വേണ്ടി ഒരിടത്ത് കയറിയപ്പോഴാണ് ഉച്ചയ്ക്ക് ചോർന്നു നിന്നിട്ട് വലിയപ്പ വീട്ടിൽ കിടക്കണമെങ്കിൽ ദാ അടക്കണം. ഇതിന്റെ ഉറക്കം വെച്ച് ഇവിടെ ബോംബ് പൊട്ടിയാൽ ഇവ അറിയില്ല. എല്ലാം കഴിഞ്ഞ് വാഴക്കപ്പത്തിന് റബ്ബർ ഇട്ടണക്കത്തെ ഉമ്മാരെ വിളിച്ചോണ്ട് നമ്മൾ വീട്ടിൽ പോയി. ഓക്കെ ബൈ.